ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയൊരു കണ്ടൻ്റായിട്ടാണ് വന്നിട്ടുള്ളത്. ഒത്തിരി നാളുകളായിട്ടുണ്ട് ഒരു കണ്ടൻറ്റ് ചെയ്തിട്ട്. കാരണം കണ്ടൻറ്റ് ക്ഷാമം വളരെ കൂടുതലാണ്, അല്ലാതെ മടിയൊന്നുള്ളത് കൊണ്ടല്ല കേട്ടോ. അപ്പോൾ നമുക്കൊരു പുതിയ കണ്ടൻറ്റ് കിട്ടിയിട്ടുണ്ട്. മൾട്ടി ക്യാം എഡിറ്റിംഗ് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. എന്താണ് മൾട്ടി ക്യാം എഡിറ്റിംഗ് എന്നുള്ളത് നിങ്ങളെ ഈ ഇൻട്രോയിൽ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് നല്ലത് നമ്മളുടെ സ്ക്രീൻ റെക്കോർഡിങ്ങിൽ കാണിച്ചു തരുന്നതായിരിക്കും. കാരണം അത് പറഞ്ഞ് മനസ്സിലാക്കാൻ എങ്ങനെയാണെന്ന് ഒത്തിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ചുരുക്കി പറയാം, അതായത് ഒരു ഫുട്ടേജ് നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ഫുട്ടേജ് അല്ല, നമുക്കൊരു സോങ്ങിൻ്റെ ഒരു ഫുട്ടേജുകൾ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊന്ന് സോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസമോ 2 ദിവസമൊക്കെ എടുക്കുന്ന പ്രൊസീജിയറായിരിക്കും. കാരണം അതിനകത്ത് ഏത് പോർഷനാണ് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ളത് എന്ന് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇങ്ങനെയുള്ള ഈ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കിയിട്ട് മൾട്ടി ക്യാം എഡിറ്റിംഗ് യൂസ് ചെയ്യുകയാണെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു എഡിറ്റിംഗ് തന്നെ ഫുള്ളായിട്ട് തീർക്കാൻ പറ്റും. അത്രയും ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് മൾട്ടി ക്യാം എഡിറ്റിംഗ്. അതിൻ്റെ ഒരു ട്യൂട്ടോറിയലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫിലിമോറയുടെ പുതിയ വെർഷൻസിൽ മാത്രമാണ് ഈ മൾട്ടി ക്യാം എഡിറ്റിംഗ് ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ അത് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഓൾഡ് വെർഷൻ ആയിരിക്കാനാണ് ചാൻസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പുതിയ വെർഷൻ യൂസ് ചെയ്യുക. ഇതാണ് പറയാനുള്ളത്. പിന്നെ നമ്മൾ ഇന്ന് ഈ ട്യൂട്ടോറിയലിന് വേണ്ടി എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഒരു അയ്യപ്പ ഭക്തി ഗാനമാണ്. അപ്പോൾ അതിൻ്റെ ഫുട്ടേജസ് നമ്മൾ ഇവിടെ കിടക്കുന്നുണ്ട് കമ്പ്യൂട്ടറിൽ. കൂടാതെ ഈ അയ്യപ്പ ഭക്തി ഗാനം എഡിറ്റ് ചെയ്തത് ഞാൻ തന്നെയാണ്. അത് മാത്രമാണ് അതിനൊരു പോരായ്മയുള്ളൂ. കാരണം അതിൻ്റെ ഓർക്കസ്ട്രേഷൻ, മ്യൂസിക് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. ഇതിൻ്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത് തൃശ്ശൂർ 14 dB സ്റ്റുഡിയോ ഉള്ള വിനോദ് കുമാർ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു ഫ്രണ്ടാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പാട്ട് പാടിയിരിക്കുന്നത് സുധീഷ് ശശികുമാറാണ്. അദ്ദേഹം വളരെ നന്നായിട്ട് പാടി വച്ചിട്ടുണ്ട് ഇതിനകത്ത്. നിങ്ങൾ ഈ പാട്ട് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഒന്ന് കയറി കണ്ടു നോക്കും. കാരണം അത്രയും നല്ല പാട്ടാണ്. ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു എഡിറ്ററെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ടൈം നമുക്ക് ഈ പാട്ട് കേൾക്കേണ്ടി വരും. കാരണം എഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വീണ്ടും 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 കേട്ടാലാണ് എന്തൊക്കെ അവിടെ ആഡ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ചിന്തിക്കാൻ പറ്റുള്ളൂ. ഏറ്റവും ചുരുങ്ങിയത് ഒരു 50-100 പ്രാവശ്യമൊക്കെ നമ്മൾ ഈ ഒരു സോങ് കേട്ടിട്ടുണ്ടാവും. കാരണം ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ബാക്കിലേക്ക് വന്ന് വീണ്ടും നോക്കേണ്ടി വരും. അത്തരം കാര്യങ്ങൾ ഒത്തിരി ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് എടുത്ത് പറയാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത്രയും വട്ടം നമ്മൾ കേട്ടിട്ടും നമുക്കത് വളരെ രസകരമായിട്ട് തോന്നിയിട്ടുള്ള ഒരു സോങ്ങാണ് ഈ അയ്യപ്പ ഭക്തി ഗാനം. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങളൊന്ന് കണ്ടു നോക്കും. നിങ്ങൾക്കും വളരെ ഇഷ്ടപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അധികം വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ട്യൂട്ടോറിയലിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അതുപോലെ എഡിറ്റിംഗ് പഠിക്കാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കതൊരു ഹെൽപ്പാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വാ, നമുക്ക് എത്രയും പെട്ടെന്ന് ട്യൂട്ടോറിയലിലേക്ക് പോകാം. ഹായ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരു മൾട്ടി ക്യാം എഡിറ്റിംഗ് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഞാനിവിടെ ഓൾറെഡി 2 ക്ലിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറേ ക്ലിപ്പ് എടുത്ത് വെച്ചിട്ടില്ല, 2 ക്ലിപ്പാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ 2 ക്ലിപ്പാണെങ്കിലും 50 ക്ലിപ്പാണെങ്കിലും ചെയ്യുന്ന പ്രൊസീജിയർ സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സാധാരണ നമ്മൾ എഡിറ്റ് ചെയ്യുക എങ്ങനെയായിരിക്കും, ഇങ്ങനെ ഓഡിയോ എടുത്ത് താഴേക്ക് വെച്ചതിന് ശേഷം നമ്മുടെ ആവശ്യമുള്ള ക്ലിപ്പ്, ഞാനിപ്പോൾ അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആവശ്യമുള്ള
ആവശ്യമുള്ള ക്ലിപ്പ് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ടൈം ലൈനിലേക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിടും. കീപ് പ്രൊജക്ട് സെറ്റിങ്സ് കൊടുക്കും, അടുത്ത ക്ലിപ്പ് ഇടും. ഈ 2 ക്ലിപ്പും സെയിം കാര്യം പാടിക്കണം തന്നെയാണ്. അതായത് സെയിം വരി തന്നെ പാടിയിരിക്കുന്ന 2 ക്ലിപ്പാണ് ഞാനിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ക്ലിപ്പിനെ നമ്മളിപ്പോൾ സിങ്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ വെറുതെ എല്ലാ ക്ലിപ്പും സെലക്ട് ചെയ്ത് ഓട്ടോ സിങ്ക്രണൈസേഷൻ കൊടുത്ത് സിങ്കിങ് കൊടുക്കാമെന്ന് വെച്ചോ. സാധാരണ ഇതിലെല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മുടെ ടൈം ലൈനിലേക്ക് ഇട്ടതിന് ശേഷം സിങ്ക് കൊടുക്കുക തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം എന്താ സംഭവിക്കുന്നത്. അപ്പോൾ ഇത് സിങ്ക്രണൈസേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും കിടക്കേണ്ടത്. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഓഡിയോസൊക്കെ ഞാനൊന്ന് മ്യൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം രണ്ടും കൂടെ ക്ലാഷ് ആവണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ ഓഡിയോസ് മ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ മെയിൻ ഓഡിയോ മാത്രമാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. പമ്പയാറിൽ മുങ്ങിനി വരുന്ന നേരം ഉള്ളിലുണരും ജ്യോതി അയ്യനൈ. അപ്പോൾ നമ്മൾ കാണുന്നത് ഒരു ക്ലിപ്പാണ്, ഏറ്റവും മുകളിൽ കിടക്കുന്ന ക്ലിപ്പാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അടിയിലത്തെ ക്ലിപ്പിൽ നന്നായിട്ട് പാടിയിട്ടുണ്ടാവും ചിലപ്പോൾ, അല്ലെങ്കിൽ നല്ല ഷോട്ടുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്തായിരിക്കും, ഇതൊന്ന് ഹൈഡ് ചെയ്ത് വെച്ചിട്ട് നോക്കും, ഇത് നന്നായിട്ടുണ്ടോ. അത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് തോന്നുക മുകളിലെ ക്ലിപ്പാണ് ഇത്തിരി കൂടെ നന്നായിട്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ മുകളിലെ ക്ലിപ്പ് ഓൺ ആക്കി നോക്കേണ്ടി വരും. ഇതുപോലെ ഹൈഡ് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ റിവീലും ചെയ്തിട്ടായിരിക്കും ഒട്ടുമിക്ക ടൈമിൽ നമ്മൾ ചെയ്യുക. അപ്പോൾ ഇത് 2 ഷോട്ടാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളൂ. ഒരു പോർഷൻ തന്നെ പാടിയിരിക്കുന്ന 2 ഷോട്ടുള്ളൂ. ഇത് തന്നെ ഒരു 5 ഷോട്ട് ഉണ്ടെങ്കിലോ ഈ 5 ഷോട്ടും മാറി 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 നോക്കേണ്ടി വരും. അത്രയും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോഴും നല്ല ഷോട്ട് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ഇതിനൊക്കെ ഉള്ളൊരു പരിഹാരമാണ് ഈ മൾട്ടിക്യാം എഡിറ്റിംഗ്. അതെങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഈ ക്ലിപ്പുകളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട്. മൾട്ടിക്യാം എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആവശ്യമുള്ള പോർഷൻസ് നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് നിന്ന് സെലക്ട് ചെയ്ത് വെക്കാം. ഇല്ലെങ്കിലും കുഴപ്പമില്ല. നല്ല രീതിയിൽ പൈലറ്റ് ഓഡിയോ വേണം. അല്ല എന്നുണ്ടെങ്കിൽ മൾട്ടിക്യാം എഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് അത് നന്നാവില്ല. കാരണം അത് ഡിക്റ്റേറ്റ് ചെയ്യില്ല. എങ്ങനെ എറർ വരാണെങ്കിൽ തന്നെ കുഴപ്പമില്ല, നമുക്കത് മാനുവലായിട്ടും ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ ഈ വീഡിയോനെ ഇങ്ങനെ നമുക്ക് വേണ്ട വീഡിയോനെ ഒക്കെ നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം വെറുതെ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനകത്ത് കണ്ട ക്രിയേറ്റ് മൾട്ടിക്യാം ക്ലിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത്. ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫിലിമോറയിൽ മാത്രമേ ഉള്ളൂ, പഴയതിലുണ്ടാവില്ല. അപ്പോൾ ഈ ക്രിയേറ്റ് മൾട്ടിക്യാം ക്ലിപ്പ് എന്നുള്ളത് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് പേര് വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ എന്നുണ്ടെങ്കിൽ അയ്യപ്പ സോങ് എന്ന് കൊടുക്കുന്നുണ്ട്, വെറുതെ കൊടുക്കാം. വേണമെങ്കിൽ കൊടുത്താൽ മതി, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം കണ്ട അതിൻ്റെ താഴെ ഓഡിയോ എന്നുള്ളതാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഓഡിയോ ഉണ്ട്, ഫ്രെയിം ഉണ്ട്, ഫസ്റ്റ് ഫ്രെയിം ഉണ്ട്. അപ്പോൾ ഓഡിയോ ആണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഓഡിയോ ആയിട്ട് ഓട്ടോമാറ്റിക് സിങ്ക് ആയിക്കോളും. അല്ല ഫ്രെയിമാണ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് ഫ്രെയിമാണ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ ക്ലിപ്പിനും ഫസ്റ്റ് ഫ്രെയിം ആയിട്ടായിരിക്കും ഇത് ലൈൻ ബൈ ലൈൻ ആയിട്ട് വരാം. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതിനുശേഷം ഓട്ടോ ക്രിയേറ്റ് പ്രോക്സീസ് അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഹാങ് ആവുന്നില്ല. കാരണം ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഒരു പ്രോക്സി ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എഡിറ്റ് ചെയ്യണത്. അപ്പോൾ വളരെ വർക്ക് ഫ്ലോ ഭയങ്കര സ്പീഡിൽ നടക്കും കേട്ടോ. അപ്പം അതൊന്ന് ടിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ടിക്ക് ചെയ്ത് വെക്കാൻ, ടിക്ക് ചെയ്ത് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്യാം. ജസ്റ്റ് ഒരു കുറച്ച് സമയം എടുക്കും. കാരണം എന്നുണ്ടെങ്കിൽ അതൊന്ന് അനലൈസ് ചെയ്ത് വരാൻ ഇത്തിരി സമയം എടുക്കും. എന്നാലും കുഴപ്പമില്ല, നമ്മൾ അത്ര സമയം വെയിറ്റ് ചെയ്യാം. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ അനലൈസിങ് എല്ലാം കഴിഞ്ഞു. നമ്മുടെ ടൈം ലൈനിൽ ഇപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു ക്ലിപ്പ് വന്നിട്ടുണ്ട്. കണ്ടോ, ഒരു ക്ലിപ്പ് വന്നിട്ടുണ്ട്. എന്തായിരിക്കും, ജസ്റ്റ് ഒന്ന് ഞാൻ ഫ്രണ്ടിലേക്ക് പോയിട്ട് നമ്മളുടെ വീഡിയോ ഉള്ള പോർഷനിലേക്ക് ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മുടെ വീഡിയോ പല്ലവി തൊട്ടുള്ളൂ, അതിൻ്റെ ഇൻട്രോ ഒന്നും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടില്ല. ഇപ്പോൾ ഇൻട്രോയും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻട്രോയും കൂടിയും ചെയ്യാം, ഏത് വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ അത് മാത്രം ഉള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ നമുക്ക് സ്ക്രോൾ ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയാണ് ഉള്ളത് എന്ന് അറിയാൻ പറ്റും. അല്ല സ്ക്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇവിടെ ഒരു ഐയുടെ പടമുണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട നമ്മൾ വെറുതെ ഇതിനകത്ത് സ്കിമ്മിങ് എന്നാണ് അതിന് പറയണത്. ജസ്റ്റ് ഒന്ന് സ്കിം ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും എവിടെയാണ് വീഡിയോ ഉള്ളതെന്ന്.
ഇതാ ഇവിടെ തൊട്ടാണ് നമ്മുടെ വീഡിയോ ഉള്ളത്. അപ്പം ഞാൻ അവിടെ ടൈം ലൈൻ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ സ്കിമ്മിങ് ഓഫ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇവിടെ മുകളിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെ കണ്ട കുറച്ച് കല്ലുകളും ഒക്കെ ആയിട്ട് ഒരു ചെറിയൊരു ബട്ടൺ ഉണ്ട്. അത് സ്വിച്ച് ടു മൾട്ടി ക്യാമറ വ്യൂ എന്നാണ് അതിന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എന്താ സംഭവിച്ചത് കണ്ട, ഇവിടെ 2 ക്ലിപ്പ് ഉണ്ട്. അത് കൂടാതെ വേറൊരു ക്ലിപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ 2 ക്ലിപ്പാണല്ലോ സെലക്ട് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ആ 2 ക്ലിപ്പാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കണം. അതുകൂടാതെ നമ്മളുടെ മെയിൻ വിൻഡോയിൽ എന്താണോ കാണുന്നത് അതാണ് ഇവിടെ ചെറിയ വിൻഡോ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ഇതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു 2 വ്യൂ ആണ് ഇതിനകത്ത് കാണുന്നത്. അതായത് നമ്മൾ 2 വീഡിയോ ആണ് സെലക്ട് ചെയ്ത്, അതുകൊണ്ടാണ് ഇവിടെ 2 വിൻഡോ കാണുന്നത്. ഇൻ കേസ് നമ്മളിപ്പോൾ ഒരു 4 വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ 4 വിൻഡോ ആയിരിക്കും കാണാം. 6 എണ്ണാണെങ്കിൽ 6 എണ്ണമായിരിക്കും കാണാം. അപ്പോൾ ഈ 6 വീഡിയോൻ്റെയും പ്രിവ്യൂ നമുക്കിവിടെ കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മുടെ മെയിൻ വീഡിയോ എങ്ങനെയാണോ അത് നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. ഓക്കെ, ഞാൻ ഇത്രയും കൂടി അതൊന്ന് വലുതാക്കി വെക്കുന്നുണ്ട് കേട്ടോ സ്ക്രീൻ, എന്നാലാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ ഇത്രയും കൂടി ഈസി ആയിരിക്കും. അതുകൂടാതെ അതിൻ്റെ താഴെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും മൾട്ടി ക്യാമറ ഓഡിയോ സോഴ്സ്. നമുക്ക് ഏതാ വേണ്ടത്, നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഓഡിയോ മാത്രം കേട്ടാൽ മതി. അല്ലാതെ ഇതിനകത്ത് കണ്ട വീഡിയോ 1 ഉണ്ട്, വീഡിയോ 2 ഉണ്ട്. ഇതിൻ്റെ 2ഉം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ 2ൻ്റെയും ഓഡിയോ എനബിൾ ആയിരിക്കും. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കണ്ട ഇവിടെ കണ്ട ഓഡിയോൻ്റെ ഐക്കൺ ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ നമുക്ക് വേണ്ടത് ഏതാ, മെയിൻ ഓഡിയോ മാത്രം കേട്ടാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് മാത്രം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇത് 2 ഒപ്പം മ്യൂട്ടായി പോയിട്ടുണ്ട്. ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മുടെ മൗസ് ഇവിടേക്ക് വരുന്ന സമയത്ത് കണ്ട ഇവിടെ ഒരു ഐക്കൺ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ ഐക്കൺ കണ്ട, ഇത് ഏത് വിൻഡോ ആണ് നമുക്ക് വേണ്ടതെന്ന് സെലക്ട് ചെയ്യാനുള്ളതാണ്. കണ്ട മനസ്സിലാവണില്ലേ? ഇത് തന്നെ നമ്മളിപ്പോൾ ഇവിടെ ക്ലിപ്പ് സെലക്ട് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ ഐക്കൺ കാണുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്തൊന്ന് വെച്ചൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ക്ലിപ്പിൻ്റെ അടുത്തേക്ക് മൗസ് കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിച്ച് നോക്കിയേ. കണ്ട ഇപ്പോൾ ഇതൊരു ബ്ലേഡിൻ്റെ ഐക്കണായിട്ടാണ് കാണുന്നത്. കണ്ട ബ്ലേഡിൻ്റെ കട്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വീഡിയോ എത്രത്തോളം വേണം അത്രയും വെച്ചിട്ട് നമ്മൾ പ്ലേ ചെയ്യാൻ പോവാണ് കേട്ടോ. പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആ സ്ക്രീനിൽ നമുക്ക് എന്താണോ കാണേണ്ടത് ആ വീഡിയോനെ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഈസിയാണ് കേട്ടോ, ജസ്റ്റ് ഒന്ന് നോക്കിക്കോ. വേണമെങ്കിൽ അതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ ഇങ്ങനെ പോസ് ചെയ്ത് വെച്ചിട്ടും വേണമെങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് പോവാം. ഞാനിപ്പോൾ പോസ് ചെയ്യാതെ ഞാൻ ജസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെടുന്ന സീനൊന്ന് ഇതിനകത്ത് സെലക്ട് ചെയ്യാൻ പോകണം. കണ്ടോളൂ കേട്ടോ, ഏത് സീനാണോ വേണ്ടത് അതുകൊണ്ട് മൗസ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. പാവനയ പമ്പയാറിൽ മുങ്ങിനി വരുന്ന നേരം ഉള്ളിലുണരും ജ്യോതി അയ്യനയ്യപ്പൻ. പാവനയ പമ്പയാറിൽ മുങ്ങിനി വരുന്ന നേരം ഉള്ളിലുണരും ജ്യോതി അയ്യനയ്യപ്പൻ. പാപമൊഴിഞ്ഞ മനം പാരിജാതമായിടുമ്പോൾ കാണിക്കയേറ്റുവാങ്ങും അയ്യനയ്യപ്പൻ. അയ്യനയ്യപ്പൻ പാവനയ പമ്പയാറിൽ മുങ്ങിനി വരുന്ന നേരം ഉള്ളിലുണരും ജ്യോതി അയ്യനയ്യപ്പൻ. ഇതേപോലെ നമുക്ക് ആവശ്യമുള്ള ക്ലിപ്പ് സെലക്ട് ചെയ്തു. ഇപ്പം നമുക്കതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം എങ്ങനെയാണ് നമ്മുടെ ക്ലിപ്പ് കിട്ടിയെന്നുള്ളത്. ഞാനിതിനെ മൾട്ടി ക്യാം വ്യൂ മാറ്റാൻ വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന ഈ ഐക്കണിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇനി വരുന്ന നേരം ഉള്ളിലുണരും ജ്യോതി അയ്യനയ്യപ്പൻ. പാവനയ പമ്പയാറിൽ മുങ്ങിനി വരുന്ന നേരം ഉള്ളിലുണരും ജ്യോതി അയ്യനയ്യപ്പൻ. പാപമൊഴി എങ്ങനെയുണ്ട്? നമുക്ക് സീൻ ബൈ സീനായിട്ട് ഇതേപോലെ കട്ട് ചെയ്യാം. ഒപ്പം തന്നെ ഞാൻ വീണ്ടും മൾട്ടി വ്യൂയിലേക്ക് വരാണ്. ഇതിനകത്ത് നമുക്കിപ്പോൾ ഈ ക്ലിപ്പ് ഇങ്ങനെ പ്ലേ ആയി.
അപ്പോൾ പ്ലേ ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നാണ് ഈ ക്ലിപ്പ് ഇവിടെ വേണ്ട, എനിക്ക് ഈ സ്ക്രീൻ മതി എന്ന് തോന്നുകയാണെങ്കിൽ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, ജസ്റ്റ് ഒന്ന് ആ ക്ലിപ്പിനൊന്ന് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അപ്പോൾ കണ്ട നമ്മുടെ മൗസിൻ്റെ ഐക്കൺ മാറിയിട്ടുണ്ട്, ഈ സീനിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ സീൻ ഓട്ടോമാറ്റിക് മാറിയിട്ട് നമ്മൾ ഏതാണോ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ആ കണ്ട. അപ്പോൾ എനിക്ക് തോന്നുന്നതാണ് അടുത്ത സീൻ ഏതാണെന്ന് നോക്കാം നമുക്ക്. അടുത്ത സീൻ കണ്ടോ, ഇതാണ്, ഇത് തന്നെയാണ് കാണുന്നത്. എനിക്ക് ഇത് മതി എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ അടുത്ത് വരാം, ക്ലിപ്പ് സെലക്ട് ചെയ്യണമെന്ന് ആലോചിക്കണം, ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആ സീൻ അവിടെ വന്നു. അതുകൂടാതെ അപ്പോൾ എല്ലാവർക്കും സംശയം ഉണ്ടാവും, കറക്റ്റ് അല്ല നമ്മൾ കട്ട് ചെയ്തത്, അതായത് ബീറ്റ് കട്ട് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? കറക്റ്റ് ഈ 2 ക്ലിപ്പിൻ്റെ ഇടയിൽ ഇങ്ങനെ വരുമ്പോൾ മൗസിൻ്റെ ഐക്കൺ മാറിയിട്ടുണ്ടാവും. ജസ്റ്റ് അതിനൊന്ന് ക്ലിക്ക് ചെയ്ത് പിടിക്കുക. ഇതാ നീക്കി നമുക്ക് എവിടെയാണോ കട്ട് വേണ്ടത് അവിടേക്ക് നീക്കി വയ്ക്കാം. അപ്പോൾ അടുത്ത കട്ട് എനിക്കിങ്ങനെ ഇതാ ഇവിടെ വേണം, ഇവിടേക്ക് നീക്കി വയ്ക്കാം. അടുത്തത് എനിക്ക് കട്ട് ഇവിടെ മതി, ഇവിടേക്ക് നീക്കി വയ്ക്കാം. ഇതേപോലെ കട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് നീക്കി വയ്ക്കുകയും ചെയ്യാം. ക്ലിപ്പ് ചേഞ്ച് ചെയ്യാൻ പറ്റും, അതേപോലെ കട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി വേറൊരു കാര്യമുണ്ട്, നമ്മളിപ്പോൾ ആദ്യം തന്നെ നമ്മൾ ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ടാണ് മൾട്ടിക്യാം വ്യൂ ഓപ്ഷൻ കൊടുത്തത്. ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് കൊടുത്ത സമയത്ത് ചിലപ്പോൾ ചില ക്ലിപ്പുകളൊന്നും അതിനകത്ത് കറക്റ്റ് ലിപ്സിംഗ് ആയിട്ട് വരില്ല. അങ്ങനെ വന്നു എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ മെയിൻ ടൈം ലൈൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നിടത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. താഴെ നമ്മൾ ഏതാണോ പേര് കൊടുത്തത്, അതായത് ഇവിടെ അയ്യപ്പ സോങ് എന്നാണ് ഞാൻ ഈ മൾട്ടി വ്യൂവിന് കൊടുത്തിരിക്കുന്നത്, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട അതിൽ ഉള്ള ക്ലിപ്പുകളെല്ലാം വേറൊരു വിൻഡോയിൽ ഓപ്പൺ ആയിട്ടുണ്ടാവും. ഇത് മാനുവലി നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീക്കി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് അഡ്ജസ്റ്റ് ചെയ്യാൻ മാത്രമല്ല, ഇതിനകത്ത് എന്ത് വ്യത്യാസങ്ങൾ വരുത്തിയാലും അത് മെയിൻ വിൻഡോയിലേക്ക് വരും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ മെയിൻ ടൈം ലൈനിലേക്ക് നമ്മൾ തിരിച്ചു പോയിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ വീണ്ടും അയ്യപ്പ സോങ് അതിലേക്ക് വന്നു. ഈ ക്ലിപ്പിന് ഞാനൊന്ന് ഹൈഡ് ചെയ്യാണ്, ഹൈഡ് ചെയ്തു. ഇനി നമുക്ക് മെയിൻ ടൈം ലൈനിലേക്ക് വന്ന് നോക്കാം എന്താ സംഭവിച്ചതെന്ന്. മൾട്ടി ക്യാം വ്യൂവിലേക്ക് വരാണ്, കണ്ട അതിനകത്ത് നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ച ആ വിൻഡോ അവിടെ നിന്ന് കാണാനില്ല. അതേപോലെ നമുക്ക് എന്ത് വ്യത്യാസങ്ങൾ വരുത്തിയാലും അതെല്ലാം മെയിൻ ടൈം ലൈനിലേക്ക് മാറ്റങ്ങൾ വരും. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ നേരത്തെ സാധാരണ ചെയ്യുന്നത് പോലെ ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, നമ്മൾ ഒത്തിരി ടൈം ഇരുന്ന് ഓരോരോ ക്ലിപ്പ് സെലക്ട് ചെയ്ത് അത് എവിടേക്കാണ് പോണത് എങ്ങനെയാണെന്നൊക്കെ നോക്കേണ്ടി വരും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന കാര്യം ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ശരിയല്ലേ? അപ്പോൾ ശരി, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ട്യൂട്ടോറിയൽ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. എഡിറ്റിംഗ് പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്കൊന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക. ഇനിയും ഇതേപോലെ നല്ല നല്ല ട്യൂട്ടോറിയലായിട്ട് വരാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് വീഡിയോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.